പശ്ചിമേഷ്യൻ യുദ്ധം 5ാം ദിവസവും തുടരുമ്പോൾ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാനിൽ രഹസ്യമായി കരയുദ്ധം നീക്കങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം 5ാം ദിവസവും തുടരുകയാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി തന്നെ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നീങ്ങുകയുമാണ്. ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, പ്രസിഡന്റിന്റെ ഓഫീസ്, അസംബ്ലി ഓഫ് എക്സ്പേർട്സ് കെട്ടിടം എന്നിവയാണ് തകർക്കപ്പെട്ടത്. കുർദിസ്ഥാൻ പ്രവിശ്യയിലെ ലോ എൻഫോഴ്സ്മെന്റ് കമാൻഡ് ആസ്ഥാനവും കോം നഗരത്തിലെ പണ്ഡിത സമിതി യോഗത്തിനു നേരെയും ആക്രമണമുണ്ടായിരുന്നു. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാനിൽ രഹസ്യമായി കരയുദ്ധ നീക്കങ്ങൾ നടത്തുന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരികയാണിപ്പോൾ. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം തുടരുകയാണ്. മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാനായി ഇറാൻ ഡ്രോൺ, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിവരുന്നത്. സലാല തുറമുഖം, ദുഖ്മിലെ ഇന്ധന സംഭരണി എന്നിവിടങ്ങളിൽ ആക്രമണം തുടരുകയാണ്. ഫുജേറ ഓയിൽ ടെർമിനലിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. റിയാദിലെയും ദുബായിലെയും അമേരിക്കൻ എംബസികൾക്ക് നേരെയാണ് ഇറാനിയൻ ഡ്രോണുകൾ ആക്രമണം നടത്തിയത്. പേർഷ്യൻ ഗൾഫിലെ സംഘർഷം കാരണം ഖത്തർ എനർജിയിലും ഇറാഖിലെ റുമൈല എണ്ണപ്പാടവും ഉൽപ്പാദനം നിർത്തിവച്ചിരുന്നു. ഖത്തർ 2 ഇറാനിയൻ വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത്. ഇസ്രയേലിന് നേരെ ഇറാൻ ക്ലസ്റ്റർ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായി IDF സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാപക നാശനഷ്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണത്തിൽ 12 പേർക്ക് കൂടിയാണ് പരിക്കേറ്റത്. തെക്കൻ ലെബനിലേക്ക് ഇസ്രയേൽ കരസേന നീക്കവും തുടങ്ങിയിട്ടുണ്ട്. 160-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് തകർത്തത്. ഹിസ്ബുള്ളയുടെ അൽമനാർ ടെലിവിഷൻ, അൽ-നൂർ റേഡിയോ സ്റ്റേഷൻ എന്നിവയും ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഖുദ്സ് ഫോഴ്സ് ലെബനൻ തലവൻ റെയ്സ ഖസായി, പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ അദ്നാൻ അൽ ആത്മാൻ എന്നിവരെയും ഇസ്രയേൽ വധിച്ചുവെന്ന വാർത്തയും പുറത്തുവരികയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ബന്ധമാണ് കൂടുതൽ യുദ്ധം കലുഷിതമാക്കുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.